തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പനീർ, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അതിന് നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നു. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. അത് മൂത്തൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമ്മൾ സവാളയും ഉണ്ടമുളകും കൂടെ ആഡ് ചെയ്തു. ഉണ്ടമുളകാണ് എടുത്തുള്ളത്, 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു സവാള എടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്തത് കുറച്ചുകൂടെ ചെറുതാക്കി അരിയായിരുന്നു, അത് നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് പച്ചമണമൊക്കെ മാറി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. അളവൊക്കെ ഞാൻ അല്ലാണ്ട് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പനീറും കൂടെ ആഡ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. പനീർ ഇട്ടതിന് ശേഷം അതിന് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നു. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ബൈ.